കൊച്ചി രാജാവ് ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ സൂര്യ തെറ്റന്റെ ഭാഗത്ത് ഇതുക്കടാ ഇങ്ങ വന്നുള്ള സാധനമൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും സിനിമ കാണുമ്പോ തന്നെയാണോ എന്നെ കൺഫ്യൂസ് പண்றே 120-40 ഫിലിംസ് വെറും പോലീസായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ ലുക്കിൽ ഒരു പടം വേണമെന്നാണ് ജനലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെന്താ റിയാസ്ക്ക് പെട്ടെന്ന് ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് ഒരു പൂച്ച വന്നിട്ട് മുമ്പ് കർത്താവ് കൊടുത്ത ഈ പൂച്ച എന്ന് പറയുന്നു. അപ്പൊ അവരുടെ വിശ്വാസം കർത്താവ് കൊടുത്താണ്. പക്ഷെ റിയാലിറ്റി എന്താണ് ഫാദറിന് അറിയാം. ഈ 4 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഒരാളെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അയാളെ ചെയ്യുമ്പോൾ എന്താ ഇപ്പം ഒരു ദൈവത്തിന് പ്രത്യക്ഷപ്പെടുന്നത്? അത് അന്ധവിശ്വാസമല്ല, വിശ്വാസം. അതിൽ നിന്ന് ചിരിക്കാൻ വേണ്ടില്ല. നമ്മൾ ഒരു ദിവസം ഞാൻ 5 പടം വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കാൻ അവസരം തരും. ദുർബല ഹൃദയനാണ്. ഇതാണോ ദുർബലൻ? ചങ്ങല പൊട്ടിട്ടിരിക്കണോ? കാരണം ചിലർ എന്നെ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമ അങ്ങനെ ചിലരുണ്ട്. അതിന് വേണ്ടി വേറെ കുടുംബത്തിൽ പോയി പഠിച്ചു കുറെ നാള്. അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് പോയി പഠിക്കുക, നാച്ചുറാലിറ്റി തിരിച്ചു വന്നു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ചൈതന്യ. ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ക്രൂ ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം. നമസ്കാരം. സ്വാമി ശരണം. മലയ്ക്ക് പോകുന്നുണ്ടോ ആരെങ്കിലും ഇതിനകത്ത്? എനിക്ക് അനീഷേട്ടനെ കണ്ടപ്പോ ഒരു മലയ്ക്ക് പോകുന്ന ലുക്കൊക്കെ തോന്നി. പോകുന്നുണ്ട്. മാലയൊന്നും കണ്ടില്ല. വൃദ്ധം മാറ്റിയിട്ടുണ്ട്. ഷർട്ട് തുറന്ന് കാട്ടി അനീഷ് അല്ലേ? വ്രതമൊക്കെ എടുത്ത് പോവാണല്ലേ? അപ്പൊ നമ്മുടെ പടത്തിന്റെ വിജയത്തിന് വേണ്ടി ഉള്ളൊരു എക്സ്ട്രാ ഒരു ഇതാണോ അതോ അത് എല്ലാ വർഷവും മലയ്ക്കൊക്കെ കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം പോയി ഷൂട്ടുമായി പോയിട്ടുണ്ട്. ശരിക്കും അപ്പൊ നിങ്ങൾ എല്ലാരും കുറച്ച് നാള് അയ്യപ്പന്റെ അടുത്ത് തന്നെ ആയിരുന്നു? അയ്യപ്പന്റെ സ്വന്തം ആൾക്കാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, റിയാസിക്ക, നമുക്ക് അവിടുന്ന് ഇങ്ങനെ തുടങ്ങാം. ബാവർ എന്ന് പറഞ്ഞ് ആ ട്രെയിലറിൽ കണ്ടതുകൊണ്ട് അവിടുന്ന് തുടങ്ങാം. ബാവരെ മറക്കരുതല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ശ്രീ അയ്യപ്പൻ ശരിക്കും ഈ ഒരു വർഷത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാമായിട്ട്? അതായത് നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലത്ത് പോവും, കുറേ സിനിമകൾ വർക്ക് ചെയ്യും, അതിൽ കുറേ നമ്മളെ മനസ്സിൽ കൊണ്ടു നടക്കും. അങ്ങനെ മനസ്സിൽ വെക്കുന്നതാണ് ഈ അയ്യപ്പൻ, ഈ ശ്രീ അയ്യപ്പൻ. അത് ടൈറ്റിൽ പോലെ തന്നെ someone very close to the heart is അയ്യപ്പൻ. സോ ഞാൻ എവിടെയോ ഒരിക്കലും ഞങ്ങൾ വിഷ്ണു ഞാനും കണ്ടിട്ടില്ല, ഇതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടിട്ടില്ല. ജസ്റ്റ് വിഷ്ണു എപ്പോഴെങ്കിലും വിളിക്കും, പല പ്രാവശ്യം വിളിച്ചിട്ട് ഡേറ്റ് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ വരാതെ പോയിട്ടെന്ന് വെച്ചാൽ പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞു, പിന്നെ അടുത്ത ഷെഡ്യൂൾഡായി, അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഫുൾ കഥയോ ഒന്നും കേട്ടിട്ടില്ല. ഒറ്റ കാര്യം, യെസ് ഈ പടം ചെയ്യാന്ന് പറഞ്ഞത് അയ്യപ്പൻ ടൈറ്റിൽ. യെസ്, ഞാൻ ചെയ്തിരിക്കും, വന്നിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഞാൻ വേറെ എവിടെ ഇരുന്ന് ഞാൻ ഓടിയെത്തി, പിന്നെ അത് നടന്നു. അങ്ങനെ നമ്മുടെ അയ്യപ്പൻ ഇങ്ങനെ ഈ മണ്ഡലകാലം ആവുമ്പോഴേ, ഇപ്പൊ ഞാൻ കുറെ അയ്യപ്പന്റെ സിനിമകളുടെ കേട്ടു, ശ്രീ അയ്യപ്പൻ, അയ്യപ്പൻ. അപ്പൊ കുറെ ടൈറ്റിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. മണ്ഡലകാലം ആവുമ്പോൾ നമ്മുടെ അയ്യപ്പനെ എല്ലാരും ഒന്ന് ഏറ്റെടുക്കുന്നതായിട്ടാണോ? ശരിക്കും ഡയറക്ടറിനോട് ചോദിക്കാതെ ഇത് നമ്മൾ നേരത്തെ കാരണം ഇപ്പൊ കുറെ അയ്യപ്പൻ മൂവീസ് ഇപ്പൊ റിലീസ് ആവുന്നു. നമ്മൾ കേൾക്കുന്ന പേരുകളെല്ലാം ഒരു മാസത്തിനകത്ത് കേട്ട പേരുകളാണ്. ഞങ്ങൾ ഏതാണ്ട് 1.5 വർഷത്തിന് മുന്നേ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ബോംബെ, രാജസ്ഥാൻ, ജയ്സൽമീർ ഈ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തു. പുറമെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ശബരിമല ഷൂട്ട് ചെയ്തു. അതായത് ഞങ്ങൾ 1.5 വർഷമായി തുടങ്ങിയ പ്രോജക്റ്റ് ആണ്. പക്ഷെ ഞങ്ങളതൊരു ഇതിന്റെ ടൈറ്റിൽ ലോഞ്ചോ പരിപാടികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. കുറച്ച് ചില സ്ഥലങ്ങളിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴാണ് നമുക്ക്
നമ്മുടെ ടൈം ആയത്. ശബരിമല നമുക്ക് ഈ ശബരിമല ഈ വൃശ്ചിക മാസത്തിലാണ് നമുക്ക് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായത്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഇപ്പൊ കുറെ പേരുകൾ വരുന്നുണ്ട്. അതെ, കുറെ ടൈറ്റിൽ നമ്മൾ സെയിം കാണുമ്പോ അത് ടെൻഷൻ ഉണ്ടാവും. സമയം ഈ ഇലക്ഷൻ സമയത്ത് ഈ അപരന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഒരേ പേരില്. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നുമില്ല. കാരണം നമുക്കറിയാം ഈ കലോത്സവം നടക്കുന്ന സമയത്ത് ശാസ്ത്രീയമായി പഠിച്ച കുട്ടികളും പങ്കെടുക്കാറുണ്ട്. പെട്ടെന്ന് വന്ന് മത്സരത്തിൽ പങ്കെടുത്ത് കലാതിലകാകാനോ അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തുന്നവരും ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ വർഷങ്ങളായി കഴിഞ്ഞ ഒരുപാട് വിഷ്ണുവിന്റെ മനസ്സിൽ വന്നൊരു കഥയാണിത്. അപ്പൊ കുറെ നാളായിട്ട് ചിന്തിച്ചിട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ ഇതിന്റെ പിറകെയായിരുന്നു. അതിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളോടൊപ്പം നമ്മൾ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു പറ്റ ആൾക്കാരെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയതിന്റെ ഒരു സംതൃപ്തിയിലാണ് ഞങ്ങൾ. അത് ഈ മണ്ഡലകാലത്ത് നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, സുധീരേട്ടാ, ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പ് കണ്ട പോലെ എനിക്ക് തോന്നി ട്രെയിലർ കണ്ടപ്പോ. ഒരു ഫാമിലി മാൻ ആണോ ഇതില്? അതെ അതെ. സന്തോഷം. അതെന്താ റിയാസ്ക്ക് പെട്ടെന്ന് കൈ കൊടുത്ത്? ഞാൻ കാണുന്ന ഞാൻ ഇങ്ങനെയല്ല, അല്ല എന്റെ മുത്ത് ഇങ്ങനെയല്ല. എന്റെ മുത്ത് തമ്മിൽ ആ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് മലയാളി ഉള്ളത്തോളം കാലം കാണും. അതെ, അത് ഞങ്ങൾ തമ്മിലൊരു ഞങ്ങളൊരു സുഹൃത്തുക്കളെക്കാൾ ഞങ്ങളൊരു ബ്രദറാണ്. കാര്യം ഞാൻ എന്റെ അഭിനയം തുടങ്ങിയ അന്ന്, അതായത് കൊച്ചിരാജാവ് CD മൂസ അഭിനയിച്ചങ്ങ് പോയാൽ മാത്രമേ ഉള്ളൂ. കൊച്ചിരാജാവ് എന്ന് പറഞ്ഞാൽ എന്റെ കാരണം ഒന്നും അറിയായ്മയായ്മ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാനിക്കാതെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നവരാണ് ദിലീപേട്ടനും റിയാസ് ഭായി. അന്ന് ഞാൻ ചെയ്യുന്നത് ശരിയാണോന്ന് അറിയില്ല. കാര്യം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന്റെ ഓരോ ലുക്കിൽ നമ്മൾ പേടിച്ചു പോകും. അങ്ങനെ നിൽക്കുന്ന സംഭവം അവിടെ നിന്നിട്ടാണ് ഞാൻ എതുക്കടാ ഇങ്ങ വന്നേ എന്നുള്ള സാധനമൊക്കെ ചെയ്യുന്നത്. ഞാനത് ഇപ്പോഴും സിനിമ കാണുമ്പോ തന്നെയാണോ അല്ല, അത് ഞാൻ അദ്ദേഹമായിട്ടുള്ളൊരു ബോണ്ട്, ആ ഒരു ബോണ്ട് അത് ഇന്നും ഒരു സഹോദര ബന്ധമായിട്ട് നിലനിന്ന് പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഹിറ്റായി വരണമെന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം അത് ഈ പറഞ്ഞ പോലെ തന്നെ അനീഷ് എന്ന് പറയുന്നത് ഞാൻ എന്റെ തുടക്കകാലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ മുന്നേറ്റ് സീരിയലാണ് നമ്മുടെയൊക്കെ തുടക്കം. ദുർഗ ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നത് വന്ന് രണ്ടാമത്തെ നമ്മളെ കുറിച്ചുള്ള സീൻ അല്ലേ? അതെ. അപ്പൊ എന്റെ അഭിനയത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന എന്നുവെച്ചാൽ ഇവർക്ക് പാക്കരാശന്റെ പ്രായമൊന്നുമില്ല കേട്ടോ. അപ്പൊ അവരുടെ ചെറിയ കുട്ടികളാണ്. അപ്പൊ അവരുടെ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യമാണ്. പിന്നെ ഈ മുത്ത് കാര്യം വേറൊന്നുമല്ല, ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ വേണമെന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് വിഷ്ണുവാണ്. കാരണം പുള്ളിക്കൊരു ക്യാരക്ടർ കൊടുക്കണം. കാരണം ചിലർ എന്നെ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമ അങ്ങനെ ചിലരുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എനിക്കറിയില്ല ആർക്കും ഇഷ്ടമായി. സുധീറിന്റെ പേര് ആദ്യം പറഞ്ഞത് ഞാനായിരുന്നു, നമ്പർ കൊടുത്തത് ഞാനായിരുന്നു ആദ്യം. അല്ല, ഞാൻ പറയാം, ആ സമയത്ത് അത് മാറി വന്നു. അല്ല, ഞാൻ അതിലേക്ക് കടക്കാൻ ഒരു അവസരം തരും പ്ലീസ്. അല്ല, ഞാൻ ദുർബല ഹൃദയനാണ്. എവിടെ ഇതാണോ ദുർബലൻ? ചങ്ങലുണ്ടല്ലോ, പൊട്ടിട്ടിരിക്കണോ? അപ്പൊ അനീഷ് പറഞ്ഞെന്നുള്ളത് പിന്നീട് സത്യം പറഞ്ഞാല് അനീഷ് ഇതാണ് അത് ചെയ്യണ ഒരു ക്യാരക്ടർ, വേറൊരു ക്യാരക്ടർ പറഞ്ഞു. ആ എനിക്ക് തോന്നുന്നത് ഏതൊരു പിന്നെ അതങ്ങ് മാറിപ്പോയി. അത് മാറിപ്പോയി. പിന്നെ കുറച്ച് ഫാമിലി ട്രാക്ക് വന്നപ്പോഴത്തേക്ക് അത് ആരെ കൊണ്ട് ചെയ്യുക. അപ്പൊ വിഷ്ണുവിനെയാണ് വാശി പിടിച്ചത്. ആ വേഷം പുള്ളി കൂടി ചെയ്യുക. പിന്നെ എന്നെ ഒന്നാമത് വെടി പുക അടി പിടി അങ്ങനെയല്ല, നമ്മളൊരു ഫാമിലി മാൻ ആയിട്ട് കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ തന്ന വിഷ്ണുവിന്, കാരണം ഇങ്ങനെ ഒരു ഭക്തി സാന്ദ്രമായ ഒരു പടത്തിൽ ഒരു എന്റെ കഥാപാത്രത്തിൽ ഒരു നിരീശ്വരവാദിയാണ് ഞാൻ ആ പടത്തിൽ. പക്ഷെ അത് ദൈവത്തിന് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ നിന്ന് ആ ട്രാക്ക് മാറി ആ വരുന്നതും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സിനിമ അനീഷ് മുഴുവൻ കണ്ടു. കണ്ടു പറഞ്ഞു എന്നെ വന്ന് ആദ്യം തന്നെ കയ്യിൽ നിന്ന് പറഞ്ഞു ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ഭയങ്കര വ്യത്യസ്തമായി ഇതുപോലെ ഇപ്പം സുധീറേട്ടൻ ചെയ്തതിൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ തന്നെ ആയിരിക്കും. ഉറപ്പാട് നല്ല വേരിയേഷൻ. അത് ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ടിവിയിൽ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഈ കുട്ടിക്കാലം വിട്ടുള്ള കളിയില്ലേ? പ്രായം കൂടുന്നുണ്ട്, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അല്ലെ, നമ്മൾ എങ്ങനെയാ കണ്ടിട്ടുള്ളത്?
കുട്ടിക്കാലത്താ കണ്ടിട്ടുള്ളത്. താൻ എങ്ങനെ കണ്ടിട്ടുള്ളത്? കുട്ടിക്കാലത്താ കണ്ടിട്ടുള്ളത്. കുട്ടിക്കാലത്തെ ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്ക് വിഷമാവുന്നു. വിഷമം ഈ കുട്ടിക്കാലത്ത് കളയെന്ന് പറഞ്ഞാല് നാളെ ഈ പറഞ്ഞ പോലെ തന്നെ കൊച്ചി രാജാവ് ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഞങ്ങള് പയ്യന്മാരാ. നമ്മൾ അതുപോലെ അല്ല സുധീരേട്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന 3 ആൾക്കാർക്കും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. സത്യമായിട്ടും തോന്നുന്നില്ല, ഭയങ്കര വലിയ മാറ്റമൊന്നുമില്ല. ഇന്നലെ ഞാൻ CID മൂസ ഇന്നലെ TV-യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വെച്ച് പിന്നെ ഇന്റർവ്യൂ പറഞ്ഞപ്പോ താടിയും ഒരു മുടിയും കുറച്ചധികം വളർന്നേ ഉള്ളൂ. മറ്റേ വലിയ മാറ്റമൊന്നും അതെ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഇവിടെ റിയാസിക്ക് അങ്ങനെ താടിയും മീശയൊന്നും അങ്ങനെ വരാത്തതുകൊണ്ട് കാണാത്ത കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ലുക്കിലൊരു പടം ചെയ്തൂടെ? അങ്ങനെ ഒരു ലുക്കിലൊരു ഇല്ലല്ലേ? തമിഴിലുണ്ടല്ലേ? ലാസ്റ്റ് ടൈം ഒക്കെ പിന്നെ താടിയിട്ട് വന്നു. അപ്പൊ ഈ ക്ലീൻ ഷേവ് വെക്കുന്നതായിരിക്കും ആ ചെറുപ്പത്തിൽ. വെള്ളമുണ്ടായിട്ടുണ്ടായിരുന്നില്ല. വെള്ളമുള്ളായിട്ട് കാണിച്ചില്ല. ഉണ്ടോ? എവിടെ? പക്ഷേ എനിക്ക് പീറ്റർ ഏട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പൈങ്കിളിയിലെ ക്യാരക്ടറൊക്കെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചൊരു ലോല ഹൃദയനായിട്ടുള്ള ഒരു ഗുണ്ടയുടെ ഉള്ളിലുള്ള പ്രണയം ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടില്ലേ സുധീരേട്ടൻ? നമ്മളെപ്പോഴും ആക്ടറെ ലേബിൾ കുത്തരുത് ഒരിക്കലും. ഓക്കെ, വില്ലൻ, ഐറ്റം ഡാൻസർ, മദർ ക്യാരക്ടർ, ഇങ്ങനെ ലേബിൾ കുത്തരുത്. ആക്ടറാണ്. ആക്ടർ ഇസ് ഫ്രീ ടു ഡു എവറിത്തിങ്. ഓക്കെ, നമ്മൾ ലേബിൾ കുത്തി പോലീസ് ചെയ്താൽ 120 പടം പോലീസ്. ഞാൻ എൻ്റെ വീട്ടില് അസിസ്റ്റന്റ് കമ്മീഷണർ ഡ്രസ്സ്, ഇൻസ്പെക്ടർ ഡ്രസ്സ്, DGP ഡ്രസ്സ്, ഇങ്ങനെ എല്ലാ ഡ്രസ്സും ആ ഡ്രസ്സ് തയ്ക്കാൻ കാരണം എന്താണെന്നറിയോ? പോലീസ് ഡ്രസ്സ് ഫിറ്റിംഗ് ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ പോകും. അതുകൊണ്ട് ഞാനൊരു ജോഡി തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഷൂട്ടിംഗ് ഫസ്റ്റ് ഡേ ഞാനത് ഇടാം. ഇനി കോസ്റ്റ്യൂമർ തയ്ച്ചുകൊണ്ട് വന്നിൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൾട്ടർ ചെയ്യും. അതിട്ട് ഫസ്റ്റ് ഡേ അഭിനയിക്കും, അടുത്ത ദിവസം അവർ കോസ്റ്റ്യൂമർ അഭിനയിക്കും. സോ അങ്ങനെ ആയിപ്പോയി. 120-140 ഫിലിംസ് വെറും പോലീസായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇത് എന്തായിട്ടെന്ന് അറിയോ? ഈ പോലീസായിട്ട് മാത്രം മേ ബി 120-140 ഞാൻ എണ്ണിട്ട്. ഇതിലെന്താന്ന് പറയാ പറ്റുന്ന ഇത് ചെയ്യുന്ന ഹിറ്റായി പോയിട്ടുണ്ട്. അല്ല, അത് ചില സന്ദർഭങ്ങൾ അങ്ങനെ തോന്നും. ഒരു ആക്ടറെ സംബന്ധിച്ച് അത് ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ നമ്മള് ഈ ക്ലീശ ആകുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, സ്ഥിരം ഇങ്ങനെ ഒരു സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വലിയ പാടാവത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ എന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ശ്രീ അയ്യപ്പന് നമ്മുടെ റിയാസ്ക വന്നത് ഇനി അതിന് കുറ്റം വേണ്ട. ഈ ഒരു ലുക്കില് നമുക്ക് മലയാളത്തിലൊരു പടം വേണം അല്ലേ? പ്രൊഡ്യൂസർ ഡയറക്ടേഴ്സ് ഓഫ് മലയാളം എല്ലാരും നോക്കൂ. ഈ ലുക്കിൽ ഒരു പടം വേണമെന്നാണ് ജനലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, ഒരുപാട് പേർ കമന്റ് സെക്ഷനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു വന്നത് സുധീരേട്ടന്റെ ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു റോൾ. അപ്പൊ അതിലേക്കൊന്ന് അറ്റാച്ച്ഡ് ആവാൻ ഈ പടത്തില് ടൈം എടുത്തോ? അങ്ങനെ ഒരു റോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്. കുടുംബത്തിൽ പോയി പഠിച്ചു കുറെ നാള്. അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് പോയി പഠിക്കുക, നാച്ചുറാലിറ്റി തിരിച്ചു അങ്ങനെയാണല്ലോ. സാധാരണ ഞാൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ലാസ്റ്റ് 6 months ഞാൻ ഈ വെറുതെ മൃഗേല ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി ഏതോ ഒരു പേപ്പെട്ടി വിഷമേതായ ഒരാളെ പോയി കണ്ട് അത് ക്യാരക്ടർ പഠിച്ചെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത്. ഫാമിലി മാൻ ആകാൻ വേണ്ടി മറ്റൊരു ഫാമിലിയുമായി കണ്ടു പഠിച്ചു. അവിടെ കൂടെ താമസിച്ചു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വേറെ റൂട്ടിലോട്ട് പോവാ. നിങ്ങളൊക്കെ ചാട്ടം എങ്ങോട്ടാ മനസ്സിലായി എല്ലാവർക്കും അറിയാം ഞാനൊരു ഫാമിലി മാനാണെന്നുള്ളത്. എന്റെ ഫാമിലിയില് ഞാൻ തികച്ചൊരു ഫാമിലി വേണം. എന്റെ മക്കള്, ഭാര്യ, അച്ഛൻ, അമ്മ എല്ലാം കൊണ്ട്. അപ്പോ അതിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ, കാരണം ഞാനിപ്പം എങ്ങനെയാണോ ഞാൻ പറഞ്ഞില്ലേ കുറച്ചാള് ദൈവം എന്നൊരു സങ്കല്പം പോലും എന്റെ മനസ്സിൽ നിന്ന് മാറി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം മാറിയതെന്ന് പറഞ്ഞാൽ, കാര്യം 4 വയസ്സുള്ള കുട്ടിയെ ഒരാള് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. ഈ 4 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത്
ഒരാളെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അയാളെ ചെയ്യുമ്പോൾ എന്താ ഇപ്പം ഒരു ദൈവത്തിന് പ്രത്യക്ഷപ്പെടേണ്ട അവിടെ? എന്താ ഒരു ദൈവം പ്രത്യക്ഷപ്പെടാത്ത അവിടെ? അയ്യപ്പന് പ്രത്യക്ഷപ്പെടാം. ഏത് മതത്തിലെ ജീസസിനോ അള്ളാഹുവിനോ. അപ്പൊ ഞാൻ ദൈവത്തിൽ നിന്ന് മാറി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഈ ലോകം. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതെന്താണ് യൂണിവേഴ്സ് അതൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊന്ന് കുറെ ആളെ വിശ്വാസത്തിൽ മാറും. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്കൊരു അപകടം വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഞാനപ്പം ദൈവമേ അല്ലെങ്കിൽ പഠിച്ചോനെ എനിക്ക് ആയുസ് തിരിച്ചു തരണേ. തിരിച്ചു തന്നാൽ ഞാൻ ഈ ലോകത്തിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാം. അതിന് തിരിച്ചു കിട്ടിയ 2ാം ജന്മമാണ് എൻ്റെ. ഇതിൽ നിന്ന് ഞാൻ വന്നിട്ടാണ് ഞാൻ ദൈവത്തിൽ തുടങ്ങിയതും ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും. അത് അന്ധവിശ്വാസമല്ല, വിശ്വാസം. അതിൽ നിന്ന് ചിരിക്കണല്ലേ? സീരിയസ് ആയിട്ട് മാറ്റം ചിരിച്ചല്ല. അപ്പൊ ഇന്ന് അത് ദൈവമാണ്, ദൈവത്തിന്റെ ചിരിയാണത്. ചൈതന്യം. അതാണ് ചൈതന്യം. ഇന്ന് വിശ്വാസത്തിലും അതുപോലെ തന്നെ ആ വിശ്വാസത്തിന്റെ പുറത്താണ് അയ്യപ്പൻ എന്നുള്ള സിനിമ അതൊരു ഹിറ്റായി മാറും എന്നുള്ളൊരു വിശ്വാസം. തീർച്ചയായിട്ടും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അല്ലേ? റിയാസൊക്കെ എങ്ങനെയാ? വിശ്വാസിയാണോ? ഞാൻ എന്നെ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ജോലി വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ജോലിയിൽ കൂടെ മേളിലേക്ക് പോകുന്ന ഒരാളാണ്. കർമ്മ. ഇപ്പൊ അനീഷേട്ടാ, നമ്മൾ ഈ ആൾക്ക് പറയാറുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ പല ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അപ്പം ചില ആൾക്കാർ പറയും അതൊരു ഒരു പവറായിട്ട് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ. ചില ആൾക്കാർ പറയും അത് മനുഷ്യരാണ്, ചില മനുഷ്യരുടെ രൂപത്തിലായിരിക്കും നമുക്ക് ദൈവം നമ്മളിലേക്ക് എത്തുക. അപ്പം എന്താ ശരിക്കും ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുക? പിന്നെ ഈസി അല്ല. ഉത്തരം ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടില്ല. പറ ചേട്ടാ. വിശ്വാസത്തെ കുറിച്ചാണ്. സമയമുണ്ടോ കേൾക്കാൻ? പറഞ്ഞു. പെട്ടെന്ന് പറയാം. ഒരു കഥ പറയട്ടെ. ഒരു 2 കുട്ടികളിങ്ങനെ ഒരു പൂച്ച ഇങ്ങനെ ഒരു മരത്തിന്റെ മേളിലേക്ക് കയറി പോകുന്നു. അപ്പോ 2 കുട്ടികൾ ആ പൂച്ച പിടിക്കാൻ ശ്രമിക്കും. പൂച്ച മേളിലേക്ക് കയറി പോവുക. കുട്ടികൾ മേളിലേക്ക് പോകുന്നതോറും അതിനേക്കാൾ ഉയരത്തിലേക്ക് ചാടി പിടിക്കാൻ നോക്കുന്നതിനനുസരിച്ച് പൂച്ച മേളിൽ പോകുന്നു. കുട്ടികൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ഫാദർ അതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്, പള്ളിയിൽ വെച്ച്. അപ്പൊ അദ്ദേഹം വണ്ടി എടുത്തിട്ട് കുട്ടികളുടെ വിഷമം കണ്ട് പുള്ളി പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ പിടിച്ചു തരാമെന്ന് പറയുന്നു. പുള്ളി ശ്രമിക്കുമ്പോൾ വീണ്ടും അതിനേക്കാളും ഉയരത്തിലേക്ക് ഈ പൂച്ച പോകുന്നു. അപ്പൊ കുട്ടികളുടെ വിഷമം കണ്ടിട്ട് പുള്ളി എന്ത് വണ്ടിയുടെ പിറകില് ഒരു കയറ് കെട്ടിട്ട് ഒരു കുരുക്കിട്ട് ആ മരത്തിന്റെ ഏറ്റവും മുകളിൽ കെട്ടി. അപ്പൊ ഇങ്ങനെ വലിക്കുമ്പോൾ മരം ഇങ്ങനെ താഴ്ന്നു വരുമല്ലോ. എന്നിട്ട് പുള്ളി വണ്ടി കെട്ടിയതിനു ശേഷം ആ കയർ കെട്ടിയ ശേഷം വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരം ഇങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്, ചില്ല താഴ്ന്നു വരുന്നുണ്ട്, പൂച്ച ഇങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്. കുട്ടികൾ പിടിക്കാനായി തുടങ്ങുമ്പോഴേക്കും ഇത് പൊട്ടി പൂച്ച എങ്ങോട്ടോ തെറിച്ചു പോയി. അദ്ദേഹത്തിന് സോറി പറഞ്ഞിട്ട് അദ്ദേഹം യാത്രയായി. ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം പുള്ളി സാധാരണ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ പള്ളികളിലെ വീടുകളൊക്കെ സന്ദർശിക്കുമല്ലോ. ഒരു വീട്ടിൽ ചെല്ലുമ്പോ മറ്റൊരു വീട്ടില് ഒരു കുഞ്ഞ് ഒരു പൂച്ചയെ വെച്ച് കളിച്ചോണ്ടിരിക്കുക. ഇദ്ദേഹം കയറി വരുമ്പോ അന്ന് കണ്ട പൂച്ചയാണ്. പുള്ളി ചോദിച്ചു ഇത്. അപ്പൊ ഈ കുഞ്ഞിന്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും, ഫാദറെ പറഞ്ഞാൽ വിശ്വസിക്കൂല, ഇവൻ പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്, ഇവനൊന്നും പൂച്ചയെ വേണം എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്റെ കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു. ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് ഒരു പൂച്ച വന്നവന്റെ മുമ്പ് വന്ന് വീണു. കർത്താവ് കൊടുത്ത ഈ പൂച്ച എന്ന് പറയുന്നു. അപ്പൊ അവരുടെ വിശ്വാസം കർത്താവ് കൊടുത്താണ്. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് ഫാദറിന് അറിയാം, നമുക്കും അറിയാം. ഇതാണ് വിശ്വാസം എന്ന്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ദൈവം, അല്ലാത്തവർക്ക് അത് യാഥാർത്ഥ്യത്തിലേക്കും പോകാം. ഓക്കെ, വളരെ നല്ലൊരു ഉദാഹരണം അല്ലേ? ഇപ്പോ വിഷ്ണു നമ്മൾ ഈ മതം അല്ലെങ്കിൽ അതുമായിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുമ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നമുക്കത് മേക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഈ സിനിമ മേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചിങ് ഫേസസ് ഒക്കെ അല്ല, വിശ്വാസത്തിൽ നമ്മൾ ഒരു ബേസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് മതം വിശ്വാസം എന്നൊക്കെ ഉള്ള ഒരു കാര്യം വരുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ്. ആൾക്കാരൊക്കെ നമ്മുടെ സെൻസർ ബോർഡിനെക്കാട്ടിലും ഭയങ്കര കീനായിട്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം നമുക്കത് എന്തെങ്കിലും ചലഞ്ചസ് ഒരു വിശ്വാസത്തിൽ ബേസ് ചെയ്ത് നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ടൈറ്റിൽസ് വരുമ്പോൾ ആൾക്കാർക്ക് അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനൊരു ഫേസ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പം അതിനെ എവിടെയെങ്കിലും ഹാനികരിക്കും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചലഞ്ചസ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ചിലപ്പോ ചിലവർക്ക് സിനിമ കാണുമ്പോൾ തോന്നാം,
പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മതത്തെയോ ഒരു ജാതിയെയോ വേറെ ഒന്നിനെയും കുറിച്ച് ഈ സിനിമയിൽ മോശമായിട്ട് പരാമർശിച്ചിട്ടേ ഇല്ല. അതിനുദാഹരണമാണ്, കാരണം നമുക്ക് ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഒരു കട്ടും ചെയ്തിട്ടില്ല. UA സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ നമ്മൾ ഒരുപാട്, നമുക്കും ഇപ്പൊ താൻ പറയുന്ന പോലെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഓൾമോസ്റ്റ് കുറച്ച് സീൻസ് പോവുമെന്ന്. അപ്പൊ ഞങ്ങൾ എന്താണോ സിനിമയിൽ ഓഡിയൻസിന് പറയാൻ ഉദ്ദേശിച്ചത് അത് അവർക്ക് അവിടെ ഓക്കെ. അതായത് ഒരു മതത്തിനെയോ ഒരു ജാതിയെയോ ഒരു രീതിയിൽ മോശമായി ഞങ്ങൾ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്ന ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഈ മൂവിയില് കുറച്ച് ഇപ്പോ നമ്മൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കുറച്ച് പരിപാടികൾ മാത്രമാണ് ഇതിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഇതിനകത്തുണ്ട്. കുറച്ച് സസ്പെൻസ് ആണ്, നമുക്ക് എല്ലാം വിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ്ടാ, ഒരു മതത്തിനെയോ ഒരു ജാതിയോ നമ്മൾ മോശമായിട്ട് ഒരു സ്ഥലത്തും ചിത്രീകരിച്ചിട്ടുമില്ല. പിന്നെ പൂർണ്ണമായിട്ടും ഞാനൊരു അയ്യപ്പ വിശ്വാസമാണ് എനിക്ക്. ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ്. അപ്പം എന്റെ വിശ്വാസമാണ് ഞാൻ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അനീഷേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അയ്യപ്പനെ വിശ്വാസമാണ്, പക്ഷെ തനിക്ക് ചിലപ്പോൾ വിശ്വാസം ഇല്ലായിരിക്കാം. ആ 2 ഫാക്ടർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, അപ്പോ 2 ടൈപ്പ് ഓഫ് ആൾക്കാർക്കും, അതായത് നമ്മൾ ഒരു സീനിൽ തന്നെ 2 സംഭവം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വിശ്വാസം ഉള്ളവർക്ക് അയ്യപ്പൻ വരുന്നുണ്ട്, എന്നാ വിശ്വസിക്കാത്തവർക്ക് അയ്യപ്പൻ വരുന്നുണ്ട്, റിയാലിറ്റിയും കാണിക്കുന്നുണ്ട്. ഈ ഡബിൾ ഷെയ്ഡ് ഈ സിനിമയിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് വെച്ചേക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സിനിമ കാണാൻ മനസ്സിലാവും. ഞാൻ കാണുന്ന ഒരു അയ്യപ്പനുണ്ട്, അത് ഞാൻ മാത്രം കാണുന്നതാണ്. ഞാൻ അയ്യപ്പനെ കണ്ടിട്ടുണ്ട് സിനിമയില്. എനിക്കിപ്പോ അയ്യപ്പനെ അത്ര വിശ്വാസമാണ്. എന്റെ ക്യാരക്ടർ മാത്രമാണ് അയ്യപ്പനെ കാണുന്നത്. എനിക്കത് വിശ്വാസമാണ്, പക്ഷെ അതിന്റെ റിയാലിറ്റി നമ്മൾ കാണിക്കുന്നുണ്ട്. അവിടെ എന്താണ് ആ സമയത്ത് എന്താണ് നടന്നതെന്നും നമ്മൾ ആ സമയത്ത് എന്താ നടക്കുന്നതെന്നും നമ്മൾ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ മൈൻഡിൽ മാത്രമാണ് ക്ലോഷർ കൊടുത്താണ് പോകുന്നത്. അപ്പം റിയാസിക്ക ഇപ്പൊ എത്രാമത്തെ പടമായിരിക്കും ഇത് ശരിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എത്രാമത്തെ പടമായിരിക്കും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്? എന്നിട്ടൊന്നുമില്ല, എന്നാലും 119 പടം. 119. അപ്പൊ 250 ആയിരിക്കും. 300 and something. ഈ 300 പടങ്ങളോളം ചെയ്തതിൽ വെച്ച് ഇതിലെ ക്യാരക്ടർ എങ്ങനെയാ വ്യത്യസ്തമായിരിക്കുന്നത്? അത് അങ്ങനെ ചോദിച്ചാൽ പാടാവോ? ഇൻ വർക്കിംഗ് ഇൻ ഇന്ത്യൻ സിനിമ, ഇൻ സൗത്ത് ഇന്ത്യൻ സിനിമ, ഈ ക്വസ്റ്റ്യൻ വലിയ പാടാണ്. നമ്മള് ഒരു ഇംഗ്ലീഷ് ചിത്രം പോലെ ഒരു ലൈഫ് സ്പാനിൽ 10 പടം ചെയ്യുന്ന ആൾക്കാരില്ല. നമ്മൾ ഒരു ദിവസം, ഞാൻ 5 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 5 പടത്തിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാർ വെയിറ്റ് ചെയ്തിരിക്കും, ഇവിടെ ഷൂട്ട് ചെയ്യും, ഉച്ചയ്ക്ക് അവിടെ പോവും, അവിടെ നിന്ന് ഇവിടെ വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ആക്ടറിന് ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനത്തെ ഏരിയയിലല്ല വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ ഇറ്റ്സ് വെരി ടഫ് ആ ക്വസ്റ്റ്യൻ. നമ്മൾ എല്ലാം ഏത് വേഷം ചെയ്യുന്നു അതിൽ മാക്സിമം ഇൻപുട്ട് കൊടുത്ത്, വ്യത്യസ്തത ഇനി അറിയില്ല എനിക്ക് എന്താണ്. പക്ഷെ ഓഡിയൻ ഏട്ടന്റെ, ഞാൻ ഈ ബാലേട്ടൻ മുതൽ മിക്കവാറും സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ ഞാൻ കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു കിട്ടിലൊരു ഓഫീസറായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആണല്ലേ? കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് നെഗറ്റീവ് ഷെയ്ഡിലാണ് കണ്ടിട്ടുള്ളത്. അപൂർവം ചില സിനിമകളിൽ മാത്രമാണ് സ്വല്പ പോസിറ്റീവ് കൂടെ നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഡിഫറെന്റ് ആയിട്ട് ഫുൾ പോസിറ്റീവ്, നല്ല ഇതുവരെ ചെയ്യാത്തൊരു സംഭവം തന്നെയാണ് ഇക്ക ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഇപ്പൊ എനിക്ക് മുത്തു ശിവേന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ 2 പേരും ഒരുമിച്ച് കാണുമ്പോഴേ. അപ്പൊ ഇവർക്ക് 2 പേർക്കും അങ്ങനെ വ്യത്യസ്തമായ 2 ക്യാരക്ടേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഓൾറെഡി ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് നമുക്ക് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളവർ, നെഗറ്റീവ് ഷെയ്ഡ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ളത് പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയണം, പക്ഷെ അത് ജനങ്ങളോട് ഒരുപാട് എത്തിയിട്ടില്ല. അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടറുകളെ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ പോസിറ്റീവ് ആക്കാം. ഞാൻ ഇതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റിലും കാസ്റ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളെ അങ്ങനെ തന്നെയാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. ലീഡ് ക്യാരക്ടേഴ്സിനെ. പിന്നെ കോട്ട രമേശ് ചേട്ടനുണ്ട്, കൊടസനോട് കനകമ്മയുണ്ട്, പിന്നെ കൊല്ലം തുളസി സാറുണ്ട്, ദിനേഷ് പണിക്കർ സാറുണ്ട്, പൂജപ്പുര രാധാകൃഷ്ണൻ സാറുണ്ട്. അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ബാക്കിലുണ്ട്. എങ്കിലും ലീഡ് ക്യാരക്ടറിൽ നിൽക്കുന്ന ഇവർ 2 പേരും തന്നെ പറയാം. ഓൾറെഡി നമ്മൾ നെഗറ്റീവ് ഷെയ്ഡിലല്ലേ കണ്ടേക്കണേ. അപ്പൊ നെഗറ്റീവ് ഷെയ്ഡിനെ ഞാൻ അത് പോസിറ്റീവ് ഷെയ്ഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫാമിലി മാൻ, അത് നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ അതൊരു ഫാമിലി മാൻ ആയിട്ട് തന്നെ ഈ സിനിമയിലുണ്ട്. അനീഷേട്ടൻ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് നേരത്തെ ടൈപ്പ് കാസ്റ്റ് പറഞ്ഞില്ലേ, പക്ഷെ അതേപോലെ അനീഷേട്ടൻ പെട്ടെന്ന് ഫാമിലി മാൻ ആയിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. എളുപ്പമായിരിക്കും ആൾക്കാരിൽ. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി മാൻ ആവാൻ വേണ്ടിട്ട് ചെന്നൈ പോയിട്ട് 7 കൊല്ലം
തള്ളിവിടുക. ഈ സിനിമ തുടങ്ങിയിട്ട് ആകെ 2 വർഷമായുള്ളൂ. അനീഷനെ കാണുമ്പോൾ മറ്റേ പാട്ട് കറക്റ്റ് ഓർമ്മ വരുന്നു. അശകുശലേ പെണ്ണുണ്ടോ അത് മെറ്റീരിയൽ അല്ലേ? അത് ഇപ്പോഴും റീൽസിലൊക്കെ ഭയങ്കര വൈറൽ. ഏറ്റവും കൂടുതൽ ആൾക്കാർ അതൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അശകുശലേ അങ്ങനല്ല, അനീഷേട്ടനെ കാണുമ്പോ ഇപ്പൊ എനിക്ക് കാര്യനിസ്സാരം പിന്നെ ആ മറ്റേ ഇതിന്റെ ഇതാണ് രണ്ടും പെട്ടെന്ന് വരിക. മിന്നേട്ടാ കുഞ്ഞിന്റെ ഭയങ്കര കുഞ്ഞില് നല്ല ചെറുതിലെ നല്ല ചെറുതിലെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത്. അത്രയല്ല, ഞാൻ തന്നെ വാരി തിന്നുമായിരുന്നു. പോട്ടെ പോട്ടെ പോട്ടെ, പ്രായം എല്ലാവർക്കും ഒരു ഇതിലേക്ക് വരില്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ ശിവൻ റിയാസിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും മൊത്തത്തില് ഈ മുത്തുവിന്റെ കൂടെ ഒരു അഭിനയിക്കുമ്പോൾ ഉള്ളൊരു? മുത്തിനോട് അഭിനയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മുത്തു പറഞ്ഞു ശിവയുടെ കാര്യം. ഇല്ല, ഈ ട്രോൾസ് ഒക്കെ ഇപ്പോഴും വേറെ പല പല ട്രോളിന്റെ കാര്യം വരുമ്പോഴും കുറെ ആൾക്കാർ വരുമ്പം ഈ മറ്റേ സൂര്യ തെറ്റന്റെ ഭാഗത്ത് ആ സാധനം വന്നിട്ട് എല്ലാരും വന്ന് കമന്റ് ചെയ്യാറുണ്ട്, കമന്റ് ആയിട്ട് വന്ന് ചെയ്യാറുണ്ട്. അപ്പം ഈ ചേട്ടന്റെ പഴയ ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പൊ ഇടയ്ക്ക് അടിച്ചു കയറിയ വന്ന പറഞ്ഞ പോലെ ഇങ്ങനെ ഈ സാധനം ഇപ്പോഴിപ്പോ നിലനിന്ന് ഇങ്ങനെ പോകുമ്പോ ഒരു സന്തോഷം തോന്നാറുണ്ട്. സിനിമ എത്ര ഹിറ്റ് ആവുന്നോ അത്രയും സന്തോഷമാണ് ഇത് കാണുമ്പോഴും. നമ്മളെപ്പോഴും വി ആർ ഇൻ ടു പബ്ലിക്, ലൈവ് ആണ്, ഇൻ ടു കിഡ്സ്. ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളുടെ ഇടയിൽ കയറി ചെല്ലുന്നതാണ്. അത് ഇതിലെന്ന് വെച്ചാലേ ഏതൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയലോഗുകള് കാലം കഴിഞ്ഞാലും എടുത്ത് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് എത്രയോ നടന്മാരുണ്ട് എടുത്തു. പക്ഷെ അതില് ഇവ ശിവയുടെയും മുത്തുവിന്റെയും അല്ലെ വേറെ സുരാജ് ഭായി ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെ ചില കഥാപാത്രങ്ങളുടെ ഡയലോഗുകള് കാലം ഉള്ളത്ര കാലം ഇങ്ങനെ എങ്ക പാത്താലും എപ്പോഴും പറയും. അത് നമ്മള് യൂഷ്വൽ പറയുന്ന ഡയലോഗ് എനിക്ക് കിട്ടുന്നത് അത് കിട്ടിയത് ഇതായിട്ടും വന്നൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ അടിച്ചു കയറുക അങ്ങനെ നിൽക്കും. അതാണ് യൂഷ്വലി പണ്ട് പോലെ ഒരു പറച്ചിലുണ്ട്, നമ്മൾ മരിച്ചു പോയാലും നമ്മൾ സിനിമയിൽ കൂടെ ജീവിച്ചിരിക്കും. അതാണ് നമുക്ക് കിട്ടിയ തമ്പുരാൻ തന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ശ്രീ അയ്യപ്പൻ എന്ന സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ ആൾക്കാരിലേക്ക് മനസ്സിൽ എപ്പോഴും അങ്ങനെ തന്നെ കൂട്ടിക്കൊള്ളുന്ന രീതിയിൽ തന്നെ ആവട്ടെ. മലയ്ക്കൊക്കെ പോയി വാ എല്ലാം നന്നായി അടിപൊളിയാവട്ടെ. നമ്മുടെ സിനിമയും വളരെ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.